ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്മൽ പോയിട്ട് പുതിയൊരു എപ്പിസോഡ് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് സച്ചിയും രേവതിയും നേരിട്ട് ചെല്ലുന്ന അമ്പലത്തിലേക്കാണ്. അപ്പോൾ അവിടെ രേണുവും രേവതിയും അമ്മയൊക്കെ ഉണ്ടാവും കേട്ടോ. അവരിവിടെ വന്നേക്കുന്നത് രേണുവിൻ്റെ അമ്മയുടെ നിർബന്ധപ്രകാരം രേവതി വൈറലായ ഒരു വീഡിയോയിലൊക്കെ ഉൾപ്പെട്ടതാണല്ലോ. അതുകൊണ്ട് രേവതിക്ക് കണ്ണീരൊക്കെ കിട്ടാതിരിക്കാനുള്ള ഒരു വഴിപാട് കഴിക്കാനായിട്ടാണ് വന്നേക്കുന്നത്. അവിടെ ചെന്നതിന് ശേഷമാണ് രേവതി അറിയുന്നത് അമ്മയും തൻ്റെ സഹോദരിയും അവിടെ ഉണ്ടെന്ന്. മാത്രമല്ല ഈ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് വന്നേക്കുന്നത് എന്നൊക്കെ അറിയുമ്പോഴത്തേക്കും രേവതിക്ക് ഭയങ്കര സന്തോഷമാവണം കേട്ടോ. അതിനുശേഷം അവരെല്ലാവരും കൂടി ഉള്ളിലേക്ക് പോകുന്ന സമയത്താണ് അവിടുത്തെ തിരുമേനിയും മറ്റും വരുന്നത്. അവരാണെങ്കിൽ രേവതിയുടെ വീഡിയോ കണ്ടതിൻ്റെ സന്തോഷത്തിലാണ്. അതുകൊണ്ട് തന്നെ അവർ രേവതിയായിട്ട് പറയുന്നുണ്ട്, രേവതി നീ എത്ര ധീരതയോട് കൂടിയിട്ടാണ് പെരുമാറിയത്, ഈ ധൈര്യം നിനക്ക് എവിടെ നിന്ന് കിട്ടിയത് എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും ഇത് എൻ്റെ സച്ചിയേട്ടനിൽ നിന്ന് കിട്ടിയതാണെന്നൊക്കെ രേവതി പറയാൻ കേട്ടോ. സച്ചിക്കാണെങ്കിലും രേവതി പറയുന്നത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. മാത്രമല്ല അമ്മയ്ക്കും രേണുവിനാണെങ്കിലും അതിലേറെ സന്തോഷം. പണ്ടത്തെ പോലെ ഒന്നുമില്ലല്ലോ, രേവതിയും സച്ചിയും ഭയങ്കര സന്തോഷത്തോടെ സ്നേഹത്തോടും കൂടിയാണ് കഴിയുന്നതെന്ന് ഓർത്തപ്പം അവർക്കും ഉള്ളിൻ്റെ ഉള്ളിലൊരു സന്തോഷം. അതിനുശേഷം അമ്പലനടയിൽ ചെന്ന് തൊഴുകയും പിന്നീട് രേവതിക്ക് വേണ്ടിയിട്ട് ദൃഷ്ടിദോഷമൊക്കെ മാറുന്നതിന് വേണ്ടിയിട്ട് ഉഴി നടത്തുകയാണ് കേട്ടോ. ഉഴിയാൻ നേരത്തേക്ക് രേവതി പറയുന്നുണ്ട്, തിരുമേനി ഒന്ന് നിൽക്കാമോ എന്ന് ചോദിച്ചിട്ട് സച്ചി അങ്ങോട്ടേക്ക് വിളിക്കുകയാണ്. സച്ചി ചോദിക്കുന്നത്, എന്തിന് ഞാനെന്താ പറഞ്ഞത്, നിന്റെ വിളിയല്ലേ വൈറലായത്, നിനക്കല്ലേ കണ്ണീർ കിട്ടിയത്, എനിക്കെന്താ കുഴപ്പം എന്ന് ചോദിക്കുമ്പോഴത്തേക്കും, അല്ല സച്ചിയേട്ടാ, എല്ലാ വീഡിയോയിലും അതുപോലെ ഇന്റർവ്യൂവിലൊക്കെ ഞാൻ പറഞ്ഞിരുന്നല്ലോ എൻ്റെ ഭർത്താവ് സച്ചിയേട്ടാണ് എനിക്ക് എല്ലാ രീതിക്കും സപ്പോർട്ട് ചെയ്ത്, സച്ചിയേട്ടനെ കണ്ടാണ് ഞാൻ പഠിച്ചതെന്നൊക്കെ പറഞ്ഞില്ലേ, അതുകൊണ്ട് തന്നെ സച്ചിയേട്ടൻ ദൃഷ്ടിദോഷം ഉണ്ടാവും, വരും നമുക്ക് രണ്ടുപേർക്ക് ഒരുമിച്ച് ഒഴിയാമെന്നും പറഞ്ഞുകൊണ്ട് രേവതിയുടെ നിർബന്ധപ്രകാരം സച്ചിയും രേവതിയും കൂടെ കൂടിയിട്ട് ചെന്ന് നിൽക്കുകയും തിരുമേനി തേങ്ങയൊക്കെ വെച്ചിട്ട് ഇരുവരെയും ഒന്ന് ഉഴിഞ്ഞെടുക്കുകയാണ് കേട്ടോ. അതിനുശേഷം സച്ചിയോടായിട്ട് സച്ചി ഇത് കൊണ്ടേ ഉടച്ചിട്ട് വരൂ എന്ന് പറഞ്ഞുകൊണ്ട് തേങ്ങ കയ്യിലേക്ക് കൊടുക്കുകയാണ്. സച്ചി ഉടയ്ക്കാൻ പോകുന്ന സമയത്താണ് തിരുമേനി പറയുന്നത്, മോളെ രേവതി, ഞങ്ങൾക്ക് എന്തായാലും ഭയങ്കര സന്തോഷമായി, പിന്നെ മോക്കളുടെ അച്ഛനിപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ അതിലേറെ സന്തോഷിച്ചേനെ, മോക്കളെ നല്ല ജീവിതം കണ്ടിട്ട് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഇവർക്ക് ഭയങ്കര സങ്കടമാവുകയാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം മാറി നിന്ന് സച്ചി കേട്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും സങ്കടമായി, അമ്മയ്ക്കും രേണുവിനും രേവതിക്കൊക്കെ സങ്കടമായി തുടങ്ങിയപ്പോഴത്തേക്കും സച്ചി ഇവരുടെ അടുത്തേക്ക് വരികയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, രേവതി നീ സങ്കടപ്പെടേണ്ട, അച്ഛൻ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്, ഇതെല്ലാം കണ്ട് സന്തോഷത്തിലാണ് അച്ഛനുള്ളത്, അതുകൊണ്ട് തന്നെ നീ സങ്കടപ്പെടേണ്ട എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും ആശ്വസിപ്പിക്കുന്നുണ്ട് സച്ചി. അതിനുശേഷം എല്ലാവരോടുമായിട്ട് പറയുകയാണ്, നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് വരാമെന്ന് പറയുമ്പോഴത്തേക്കും രേവതിയുടെ അമ്മ പറയുകയാണ്, ഇല്ല മോനെ, ഇനി ഇവിടെ ഒരു കുറച്ചധികം പൂവിൻ്റെ ഓർഡർ വന്നിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്ക് വരാൻ പറ്റില്ല, നിങ്ങൾ പോയി കഴിച്ചോളാൻ പറഞ്ഞുകൊണ്ട് അവരവന്ന് പറഞ്ഞു വിടുകയാണ് കേട്ടോ. വണ്ടിയിൽ പോകുന്നവർക്ക് രേവതി സച്ചിയോട് താങ്ക്സ് ഒക്കെ പറയുന്നുണ്ട്, കാരണം തന്നെ ഇത്രയധികം സപ്പോർട്ട് ചെയ്തതിൻ്റെ ഒരു നന്ദി വാക്കൊക്കെ പറയാണ് കേട്ടോ. പോകുന്ന വഴി സച്ചി ചോദിക്കുന്നുണ്ട്, ഇവിടെ എങ്ങോട്ട് വെച്ചില്ലേ ഞാൻ റോഷന് കല്ലെറിഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ അതേ എന്ന് രേവതി മറുപടിയും പറയുകയാണ്. റോഷന് രേവതി കല്ലെറിഞ്ഞ് ആ ഒരു സ്പോട്ട് എത്തുന്നുണ്ട്. അവിടെ വണ്ടി നിർത്തുന്ന സമയത്ത് രേവതി ചോദിക്കുന്നുണ്ട്, എൻ്റെ സച്ചിയേട്ടാ ഇവിടെ വണ്ടി നിർത്തിയതെന്ന് ചോദിക്കുമ്പോൾ നിൽക്ക് എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ആ കല്ലെടുത്ത് കയ്യിൽ പിടിക്കുകയാണ്. ഇത് റോഷന് എറിഞ്ഞ് എന്ത് വെയിറ്റ് ചെയ്ത് ഇത് എങ്ങനെ നീ സാധിച്ചു എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും രേവതി വേഗം സച്ചിയുടെ കയ്യിൽ നിന്ന് കല്ല് മേടിച്ചിട്ട് ഇങ്ങാട്ട് ഞാൻ കാണിച്ചു തരാം എന്നും പറഞ്ഞുകൊണ്ട് സച്ചിയുടെ നേരെ ഉന്നം വെക്കുകയാണ് കേട്ടോ. സച്ചി വേഗം വേണ്ട രേവതി വേണ്ട, കല്ല് താഴെയിട്, വേണ്ട എന്ന് പറയാണ് കേട്ടോ. വേഗം തന്നെ രേവതി ചിരിച്ചുകൊണ്ട് കല്ല് താഴ്ത്തിക്കിടാൻ തുടങ്ങുന്ന സമയത്ത് സച്ചി പറയുന്നുണ്ട്, ഇത് കല്ല് താഴെയിട്ടല്ലേ രേവതി, അതിങ്ങനെ നമുക്കത് വീട്ടിൽ കൊണ്ടുപോയി സൂക്ഷിച്ചു വെക്കാം എന്ന് പറയുകയാണ്. രേവതി അതിശയത്തോടുകൂടി തന്നെ ചോദിക്കുന്നത്, കല്ല് സൂക്ഷിക്കാനാണ് എന്താ സച്ചിയുടെ നിങ്ങൾ ഈ പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ, അതെ ഇത് നിന്റെ ധീരത വെളിപ്പെടുത്തിയ കല്ലല്ലേ, എന്തായാലും നമുക്കിത് വീട്ടിൽ കൊണ്ടുവരണം, വീട്ടിൽ കൊണ്ട് സൂക്ഷിച്ചു വെക്കണം എന്ന് പറയാണ്. ഒന്ന് പോവേ സച്ചിയേട്ടാ എന്ന് പറഞ്ഞുകൊണ്ട് രേവതി ആ കല്ല് താഴത്തേക്ക് ഇടുന്നു കേട്ടോ. വേഗം തന്നെ സച്ചി അവിടെ കിടക്കുന്ന ഒരു ചെറിയ ഇഷ്ടിക കല്ലെടുത്ത്, രേവതി ഇതെങ്കിലും നമുക്കൊന്ന് സൂക്ഷിച്ചു വെക്കാം എന്ന് പറഞ്ഞുകൊണ്ട് സച്ചിയുടെ നിർബന്ധപ്രകാരം ആ കല്ലുമായിട്ട് ഇരുവരും കൂടെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. ഇതേ സമയം നമ്മുടെ രേവതിയുടെ വീഡിയോ വൈറലായതുകൊണ്ട് തന്നെ അതെല്ലാം കണ്ട് ക്ഷീണിതനായിട്ട് കുശുമ്പും കുഞ്ഞായ്മയൊക്കെ ആയിട്ട് വീട്ടിലേക്ക് തിരിച്ചു വരികയാണ് സുധിയും. അവരെ വരവേൽക്കാനായിട്ട് ചന്ദ്രയുണ്ട് കേട്ടോ. വന്നു കഴിയുമ്പോഴത്തേക്കും 3 പേരും കുറ്റം പറച്ചിലായി. അതായത് സച്ചിയോ ഉണ്ടായി, ഇപ്പം സച്ചിക്ക് കൂട്ടായിട്ട് രേവതിയും ഉണ്ടായി. അമ്മ കണ്ടില്ലേ ആ വൈറലായിട്ടുള്ള വീഡിയോ, അവളൊരു പെണ്ണല്ലേ ഇങ്ങനെയൊക്കെ ചെയ്യാമോ എന്നൊക്കെ ചോദിച്ച് സുധി ചന്ദ്രയോടായിട്ട് പറയണ്ട. ചന്ദ്രൻ പറയുന്നത്, ഞാൻ കണ്ടിരുന്ന വീഡിയോ ഒക്കെ എന്ത് പറയാനാ മോളെ എന്നൊക്കെ ഇവർ സംസാരിച്ചുകൊണ്ട്, അതായത് രേവതിയുടെ കുറ്റമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് രേവതി ഈ ഇഷ്ടയെ കല്ല് കൈ പിടിച്ചുകൊണ്ട് വരുന്നത്. ഇത് കാണുമ്പോഴത്തേക്ക് കയ്യിലൊരു ഇഷ്ടയെ കാണുമ്പോഴത്തേക്കും ശ്രുതിയും ചന്ദ്രയും ഒന്ന് പതറുന്നുണ്ട് കേട്ടോ. രേവതിയുടെ തൊട്ടുപുറകെ തന്നെ സച്ചി വരികയാണ്. സച്ചിക്ക് മനസ്സിലാവുകയാണ് കേട്ടോ, 3 പേരും രേവതിയുടെ കയ്യിൽ ഇഷ്ടയൊക്കെ പിടിച്ചേക്കുന്നുണ്ട്, അപ്പോൾ ഒന്ന് പതറിയിട്ടുണ്ടെന്ന്. അതുകൊണ്ട് രേവതിയോടായിട്ട് സച്ചി പറയുന്നുണ്ട്, രേവതി ഇത് നീ കയ്യിൽ സൂക്ഷിച്ചോ, എന്തായാലും ആവശ്യം വരും, നിന്റെ ഈ പ്രതികരണം അത് നാട്ടിൽ മാത്രം പോരാ, വീട്ടിൽ നിന്നോട് ഉണ്ടായിച്ചെടുത്തതിനും അവരോടും ചെയ്യണം എന്നൊക്കെ പറയാണ് കേട്ടോ.
അതിനുശേഷം ഇരുവരും അകത്തേക്ക് ചെല്ലുന്ന സമയത്താണ് രവി അങ്ങോട്ടേക്ക് വരുന്നത്. രവി ഇതുപോലെ തന്നെ രേവതിയുടെ വൈറലായിട്ട് വീഡിയോ കണ്ടിട്ട് രേവതിയെ അഭിനന്ദിക്കുകയാണ്. അപ്പോൾ ഈ സമയത്ത് ചന്ദ്ര പറയുന്നുണ്ട്, പിന്നെ അഭിനന്ദിക്കണം, അതിന് ധീരപ്രവൃത്തിയല്ലേ ചെയ്തത് എന്നൊക്കെ പറയാണ് കേട്ടോ. എന്നാൽ രേവതിക്ക് മുന്നേ ഇതിന് തക്ക മറുപടി കൊടുക്കുന്നത് സച്ചിയാണ്. എൻ്റെ നിങ്ങൾക്ക് കാണണോ രേവതി ഇങ്ങനെ കല്ലെറിഞ്ഞെന്ന്? രേവതി ആ കല്ലെടുത്ത സോഡാ കുപ്പിയുടെ മുഖത്തേക്ക് എന്നെറി എന്ന് പറയുകയാണെ. വേണ്ട രേവതി വേണ്ട, അവനെ എറിയരുത് എന്ന് പറയുകയാണ്. ശ്രുതിയാണെങ്കിൽ അറിയാമല്ലോ, വേണ്ട രേവതി എന്നെ എറിയരുത് എന്ന് പറഞ്ഞുകൊണ്ട് ചുരുണ്ടുകൂടി നിൽക്കുകയാണ്. അന്നേരം തന്നെ രേവതി പറയുന്നുണ്ട്, സച്ചിയേട്ടാ നിങ്ങൾ എന്തീ പറയുന്നത്? അമ്മ സച്ചിയേട്ടൻ വെറുതെ തമാശയ്ക്ക് വേണ്ടി പറയുന്നതാ എന്ന് പറയുമ്പോൾ നീ ചിലപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യും എന്ന് പറയുകയാണ്. ഇവരുടെ സംസാരത്തിനിടയ്ക്ക് ശ്രുതി ചോദിക്കുന്നുണ്ട്, അല്ല രേവതി, പക്ഷിയുടെ ദേഹത്ത് ആസിഡ് ഒഴിക്കാൻ നിന്നപ്പോൾ തന്നെ നീ എങ്ങനെ അവിടെ ചെന്നത് എന്ന് ചോദിക്കുകയാണ്. ഈ കുണിഷ്ട ചോദ്യം കേൾക്കുമ്പോഴത്തേക്കും വേഗം പതറുകയാണ് രേവതി. പൂവിന് കുറച്ചധികം ഓർഡർ കിട്ടിയത് അവിടെ നിന്നായിരുന്നു. അതുകൊണ്ട് രേവതി അങ്ങോട്ടേക്ക് പോയി, അതിനിപ്പോൾ എന്താ കാര്യം? ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും അറിയാനുണ്ടോ? അറിയണമെങ്കിൽ രേവതി ഒന്ന് കാണിച്ചു കൊടുക്ക് എന്ന് പറയുകയാണ്. ഇതേ സമയം തന്നെ രവി ചോദിക്കുന്നുണ്ട്, അല്ല മോളെ ഈ ഇഷ്ടേക്കല്ലായിട്ട് മോളെന്തിനും ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് പറയുമ്പോൾ ഈ സച്ചിയുടെ നിർബന്ധപ്രകാരമാണോ വെച്ചാൽ എന്ന് രേവതി മറുപടി പറയാണ് കേട്ടോ. വേഗം തന്നെ സച്ചി പറയുന്നുണ്ട്, അതാണ് രേവതി അവന്മാരെ തുരത്തിയ കല്ലല്ലേ ഇത് നമ്മുടെ അഭിമാനത്തിന്റെ കല്ലല്ലേ ഇത്, എന്തായാലും ഇത് സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സച്ചിയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.